മാടായിക്കാവ് പൂരമഹോത്സവം മാർച്ച് 23 മുതൽ 31 വരെ നടക്കും. ഉത്സവത്തിലേക്കുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ട്രസ്റ്റി PV അഭിലാഷ് നിർവഹിച്ചു. കേരളത്തിലെ ശാക്തീയ കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാടായിക്കാവ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് എത്താറുള്ളത്. 2026 മാർച്ച് 23 മുതൽ 31 വരെയാണ് ഈ വർഷത്തെ പൂരോത്സവം നടക്കുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരംകുളി ആറാട്ട് ഉൾപ്പെടെ ഏറെ പ്രശസ്തമാണ്. നിരവധി പേരാണ് ഇത്തരം ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേരാറുള്ളത്. പൂരമഹോത്സവത്തിന്റെ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ട്രസ്റ്റി PV അഭിലാഷ് നിർവഹിച്ചത്. ചെറുപ്രായം തൊട്ട് താൻ മാടായിക്കാവിൽ ദർശനം നടത്താറുണ്ടെന്ന് PV അഭിലാഷ് പറഞ്ഞു. 2026 പൂരമഹോത്സവത്തിന്റെ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ അതിന്റെ ഉദ്ഘാടകനായിട്ടാണ് വന്നു ചേർന്നിരിക്കുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു വിശ്വപ്രസിദ്ധമായ ക്ഷേത്രമാണ്. അതിൽ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ കർണാടകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്നത്, ഇപ്പം നമ്മുടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ നിന്ന് വരുന്നത്, അതുപോലെ തന്നെ കർണാടകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭക്തർ വരുന്ന ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ അമ്പലം. ഈ വരുന്ന ഭക്തരുകളെല്ലാം തന്നെ അവരിൽ ആവുന്നത്രയും രീതിയിൽ പ്രോത്സാഹനം, അതായത് ഫണ്ടിന്റെ രീതിയിലാണെങ്കിൽ അവരുടെ എല്ലാം ശ്രമഫലമായിട്ടാണ് ഇതുപോലുള്ള ഈ ഉയർച്ചകൾ ഓരോ ക്ഷേത്രങ്ങൾക്ക് വെക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ദാനികളുള്ള സ്ഥലത്താണ് വളർച്ചയുള്ളത്. പൂരമഹോത്സവം ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിവരികയാണെന്ന് ക്ഷേത്രം നവീകരണ സമിതി സെക്രട്ടറി KVN ബൈജു പറഞ്ഞു. 2026 മാടായിക്കാവിലമ്മയുടെ പൂരമഹോത്സവം വളരെ വിപുലമായി നടത്താൻ വേണ്ടി 100ഓളം അംഗങ്ങളുള്ള വിപുലമായ സഹസംഘ കമ്മിറ്റി രൂപീകരിക്കുകയും വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ട് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ഇനി വരുന്ന കാലങ്ങളിൽ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചുകൊണ്ട് ഉത്സവത്തെ ഒരു മഹാസംഭവമായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുകൂടിയാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത്. അഡ്വക്കേറ്റ് TV ഹരീന്ദ്രൻ, ഉണ്ണികൃഷ്ണ പിടാരർ, കൃഷ്ണ പിടാരർ, N നാരായണ പിടാരർ, MK കൃഷ്ണദാസ്, CP നാരായണൻ, PV നമ്പ്യാത്തൻ, MP ഉണ്ണികൃഷ്ണൻ, A രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.